വിവാഹത്തിനായി ജീവിത പങ്കാളിയെ തിരഞ്ഞെടുക്കുമ്പോൾ പലരും പല കാര്യങ്ങളും പരിഗണിക്കാറുണ്ട്. ജീവിത പങ്കാളിയുടെ വിദ്യാഭ്യാസം, ജീവിത പങ്കാളിയുടെ ജോലി, ജീവിത പങ്കാളിയുടെ സാമ്പത്തിക നിലവാരം, ജീവിത പങ്കാളിയുടെ കുടുംബ പശ്ചാത്തലം, ജീവിത പങ്കാളിയുടെ ശരീരപ്രകൃതി, സൗന്ദര്യം എന്നിങ്ങനെ. എന്ന് മാത്രമല്ല, ജീവിത പങ്കാളിയുടെ ധാർമ്മിക സാംസ്കാരിക നിലവാരം പോലും പരിഗണിക്കാറുണ്ട്. അതൊക്കെ ആവശ്യവുമാണ്, എല്ലാം പരിഗണിക്കേണ്ടതാണ്. എന്നാൽ ഒട്ടും പരിഗണിക്കാൻ പാടില്ലാത്ത, അല്ലെങ്കിൽ അത്തരം പരിഗണന തീർത്തും അശാസ്ത്രീയമാണ്, വിഡ്ഢിത്തമാണ് എന്ന് ബോധ്യപ്പെട്ട ഒരു കാര്യമുണ്ട്. അതാണ് ജാതകം, പൊരുത്തം എന്നൊക്കെ പറയുന്ന. അതായത് 36 ഗുണങ്ങളിൽ 18 എണ്ണത്തിൽ മീതെയുണ്ടെങ്കിൽ യോജിച്ചാൽ അത് നല്ല പൊരുത്തം, അല്ലെങ്കിൽ അത് യോജിക്കുന്നതല്ല എന്ന കണ്ടെത്തൽ. അത് പുരാതന കാലം മുതലേ നമ്മുടെ ഭാരതത്തിൽ പതിവുണ്ട്. എന്നാൽ നമ്മുടെ ആധുനിക ശാസ്ത്രം, നമ്മുടെ വൈദ്യശാസ്ത്രം, നമ്മുടെ ആരോഗ്യശാസ്ത്രം, അത്തരം മേഖലയിലുള്ള എല്ലാവരും ഈ ജാതക പൊരുത്തങ്ങളെല്ലാം തനി വിഡ്ഢിത്തമാണ്, സയൻസുമായിട്ട് ഒരു ബന്ധവുമില്ല, ഒരു അടിസ്ഥാനവുമില്ല എന്ന് സമ്മതിക്കുന്നുണ്ട്. കാരണം ഈ 36 ഗുണങ്ങളിൽ 18ൽ കൂടുതൽ യോജിച്ചാൽ പോലും, അതായത് നല്ല പൊരുത്തമാണെന്ന് ബോധ്യപ്പെട്ട ശേഷം വിവാഹം കഴിക്കുന്ന പല ദമ്പതികളിലും, അതൊന്നും പരിഗണിക്കാതെ വിവാഹം കഴിക്കുന്ന ദമ്പതികളിൽ കാണുന്ന കുടുംബ വഴക്ക് പോലെ ഈ പരിഗണിക്കുന്നവരിലും കുടുംബ വഴക്ക് കാണുന്നുണ്ട്. അതായത് കുടുംബ വഴക്ക്, ദാമ്പത്യ കലഹം പോലെയുള്ള കാര്യങ്ങളിൽ രണ്ട് വിഭാഗവും തുല്യമാണ്. പിന്നെ ഈ ജാതകത്തിന് എന്ത് അടിസ്ഥാനമാണുള്ളത്? അതുകൊണ്ട് എന്ത് ഗുണമാണുള്ളത്? അതുകൊണ്ടാണ് നമ്മുടെ ആരോഗ്യ വിദഗ്ധരൊക്കെ അതിനെ തള്ളി പറയുന്നത്. ഞാൻ ഈ വിഷയം ചർച്ച ചെയ്യാൻ കാരണം, ചില വിദ്യാഭ്യാസം കുറഞ്ഞ മുസ്ലിങ്ങളും ക്രിസ്ത്യാനികളും പോലും ഈ ജാതകമൊക്കെ ശരിയാണെന്ന് വിചാരിച്ച് അതിന്റെ പിന്നാലെ പോകുന്നവരുണ്ട്. അത്തരക്കാരെ ഉദ്ദേശിച്ചാണ് ഈ വിഷയം ഇവിടെ ഉന്നയിച്ചത്. നിങ്ങൾ നാളിതുവരെ നമ്മുടെ രാജ്യത്തുണ്ടായ കുടുംബ കലഹങ്ങളും അത്തരം കുറ്റകൃത്യങ്ങളുമെല്ലാം പരിശോധിച്ചാൽ അക്കൂട്ടത്തിൽ ജാതകം പരിഗണിച്ച് വിവാഹം കഴിച്ചവർ ഒട്ടും പിറകിലല്ല. അതുകൊണ്ടാണ് ആധുനിക ലോകം കേവലം ഒരു മന്ത്രവാദ ചികിത്സക്കാരെ പോലെയാണ് ജാതകക്കാരെ കാണുന്നത്. എന്നാൽ അക്കൂട്ടത്തിൽ ഇസ്ലാം മുന്നോട്ട് വെക്കുന്ന മറ്റൊരു കാര്യമുണ്ട്. അതായത് ആരോഗ്യകരമായ ഒരു പ്രധാന വിഷയം. അതായത് ദമ്പതികൾ അല്ലെങ്കിൽ വിവാഹം കഴിക്കാൻ ഉദ്ദേശിക്കുന്ന ജീവിത പങ്കാളിയെ തേടുന്ന വ്യക്തി പ്രധാനമായി പരിഗണിക്കേണ്ട മറ്റൊരു കാര്യം എന്തെന്ന് വെച്ചാല് ആരോഗ്യശാസ്ത്രപരമായ ഒരു പ്രധാന കാര്യം തന്നെയാണ്. അതായത് അകന്ന ബന്ധുക്കളെയായിരിക്കണം, അല്ലെങ്കിൽ ബന്ധത്തിൽ നിന്ന് പുറത്തുള്ളവരായിരിക്കണം, അടുത്ത ബന്ധുക്കൾ തമ്മിൽ വിവാഹം കഴിക്കരുത് എന്നാണ്. ഇത് പുതിയ തലമുറയ്ക്ക് ഇമ്മ്യൂണിറ്റി വർദ്ധിക്കാനും സഹായകമാകും. ഈ ആയുർവേദത്തിലെ 3 ഘടകങ്ങൾ പ്രധാനമാണ്. അതായത് ഓരോ മനുഷ്യനും 3 അടിസ്ഥാന പ്രകൃതിയുണ്ട്. അതായത് വാത പ്രകൃതി, പിത്ത പ്രകൃതി, കഫ പ്രകൃതി. ഈ 3ഉം ഒരു വ്യക്തിയിൽ തുല്യ അളവിലാണെങ്കിൽ അവൻ പൂർണ്ണ ആരോഗ്യവാനായിരിക്കും. എന്നാൽ ഏതെങ്കിലും ഒന്ന് അധികവും പകരം മറ്റൊന്ന് കുറവുമാണെങ്കിൽ അത്തരക്കാർക്ക് അതിൻ്റെതായ ആരോഗ്യപരമായ ദൂഷ്യങ്ങളും ഉണ്ടാവും. അതുകൊണ്ട് തന്നെ ആയുർവേദ പണ്ഡിതന്മാർ പറയാറുണ്ട്, വാദപ്രകൃതിയുള്ള വ്യക്തി മറ്റൊരു വാദപ്രകൃതിയുള്ള വ്യക്തിയെ വിവാഹം കഴിക്കരുത്, പിത്തപ്രകൃതിയുള്ള വ്യക്തി മറ്റൊരു പിത്തക്കാരനെ വിവാഹം കഴിക്കരുത്, കഫപ്രകൃതിയുള്ള വ്യക്തി മറ്റൊരു കഫപ്രകൃതിയുള്ള വ്യക്തിയെ വിവാഹം കഴിക്കരുത്. അപ്പോൾ മിക്കവാറും ഒരു കുടുംബത്തിലെ സന്താനങ്ങള് ഏകദേശം ഈ അടിസ്ഥാന പ്രകൃതിയിൽ ബന്ധമുണ്ടാവും. ഉദാഹരണമായി കഫപ്രകൃതിയുള്ളവര് നല്ല സ്ഥൂലിച്ച തടിച്ച ശരീരമായിരിക്കും. അവർക്ക് പൊതുവെ ഉത്സാഹം കുറവായിരിക്കും. അലസത അവരുടെ ജന്മസിദ്ധമായ സ്വഭാവമായിരിക്കും. അപ്പോൾ അത്രയും കഫപ്രകൃതിയുള്ള വ്യക്തി മറ്റൊരു കഫപ്രകൃതിയുള്ള വ്യക്തിയെയാണ് വിവാഹം കഴിക്കുന്നതെങ്കിൽ അവരുടെ സന്താനങ്ങള് ലോക അലസന്മാരും മടിയന്മാരുമായിരിക്കും. മിക്കവാറും വലിയ സ്ഥൂലിച്ച തടിച്ച ശരീരപ്രകൃതി ഉള്ളവരായിരിക്കും. അതുകൊണ്ട് തന്നെ കഫജന്യമായ രോഗങ്ങൾ ആ മക്കൾക്ക് വേഗം ബാധിക്കും. അതുകൊണ്ട് വിവാഹത്തിന് ജീവിത പങ്കാളിയെ തേടുന്നവരോട് എനിക്ക് പറയാനുള്ളത്,
നിങ്ങൾ ഒട്ടും ജാതകത്തിന്റെ പിന്നാലെ പോകരുത്. അത് മഹാവിഡ്ഢിത്തമാണ്. പകരം ആദ്യം നിങ്ങളുടെ പ്രകൃതി ഏതാണെന്ന് മനസ്സിലാക്കുക. നിങ്ങളുടേത് വാദമാണോ പിത്തമാണോ കഫമാണോ എന്ന് ഒരു വൈദ്യന്റെ സഹായത്തോടെ തീരുമാനിച്ച ശേഷം നിങ്ങളോട് തികച്ചും ഓപ്പോസിറ്റായ മറ്റൊരു പ്രകൃതിക്കാരനെ നിങ്ങൾ വിവാഹം കഴിക്കുക. ഒരുപക്ഷെ മിക്ക ആളുകൾക്കും സമ്മിശ്ര പ്രകൃതി ഉണ്ടാവും. അതായത് വാദ പിത്ത പ്രകൃതി ഉള്ളവരുണ്ടാവും, അല്ലെങ്കിൽ പിത്ത കഫ പ്രകൃതി ഉള്ളവരുണ്ടാവും. അപ്പോൾ വാദ പിത്ത പ്രകൃതിയുള്ള ഒരു വ്യക്തിയാണെങ്കിൽ അദ്ദേഹം മറ്റൊരു വാദ പിത്ത പ്രകൃതിയുള്ള ആളെയല്ല വിവാഹം കഴിക്കേണ്ടത്. അദ്ദേഹം വാദ കഫ പ്രകൃതിയോ അല്ലെങ്കിൽ പിത്ത കഫ പ്രകൃതിയോ ഉള്ള ആളെയാണ് വിവാഹം കഴിക്കേണ്ടത്. പിത്ത പ്രകൃതിയുള്ള ആളുകൾക്ക് വലിയ ദേഷ്യമായിരിക്കും, എന്നാൽ നല്ല ഉത്സാഹവും ഉണ്ടാവും. അപ്പോൾ നിങ്ങൾ വിവാഹം കഴിക്കുന്നത് നിങ്ങൾക്ക് പിത്തപ്രകൃതിയാണ്, നിങ്ങളുടെ ജീവിത പങ്കാളിക്കും പിത്തപ്രകൃതിയാണ് എങ്കിൽ ആ കുടുംബ ബന്ധം, ആ ദാമ്പത്യം ഒരുപക്ഷെ ഒരു വർഷം പോലും തികയില്ല. അതിന്റെ മുമ്പ് രണ്ടാളും തമ്മിൽ അടിച്ചു പിരിയും. അതുകൊണ്ട് ആരോഗ്യം, വിദ്യാഭ്യാസം, ജോലി, സംസ്കാരം, ധാർമ്മികത എന്നിങ്ങനെ എന്ത് നോക്കിയാലും അതിന്റെ കൂടെ നിങ്ങൾ പ്രത്യേകം പരിഗണിക്കേണ്ടത് നിങ്ങളുടെയും നിങ്ങളുടെ ജീവിത പങ്കാളിയുടെയും പ്രകൃതി ഏതാണെന്നാണ്.